അർണിഫെലിന്റെ പുതിയ അപ്പൊ വിജയിച്ചു ഇടിയഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. എന്തുണ്ടാക്കണ? 4 മണിക്ക് കഴിക്കാം. ചായയും കട്ട്ലേറ്റും കൂടി കഴിക്കാം. ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടിയഞ്ചക്ക കൊണ്ടാണ് കേട്ടോ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇടിയഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ മടി പിടിച്ചിരുന്നു, അത് കാരണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് എന്തായാലും ചായക്ക് നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കണേ നോക്കാം. ഒന്നല്ല കേട്ടോ, നമുക്ക് 2 ഇടിയഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിൽ ഒരു ഇടിയഞ്ചക്കേനെ എടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചക്കേനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അമ്മയാണ് എനിക്ക് ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നത് കേട്ടോ. ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ചക്ക നന്നാക്കണ പരിപാടി അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പശ നമ്മുടെ കയ്യിലാകും നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണല്ലേ. അപ്പോൾ അമ്മ അതാ ഒരു എളുപ്പപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കേനെ അതാ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രപ്പണി ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് കേട്ടോ. നമ്മളിതാ ചക്കപ്പണിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാളിതാ വെള്ളത്തിൽ കളിയാണ് കേട്ടോ. കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ആൾ വെള്ളത്തിൽ കളിക്കുകയാണ്. ആൾ എന്നിട്ട് എന്തോ വലിയ പണി ചെയ്യാമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചക്ക നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കേനെ നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കേനെ ഒന്ന് അമ്മിയിലൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില, പച്ചമുളകും കുഞ്ഞാക്കി അരിയണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, പിന്നെ കറിവേപ്പിലയും കേട്ടോ. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. അപ്പോഴേക്കെന്തേ അമ്മ നമ്മുടെ ചക്കേനെ ഇടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, അതും കൂടി വേണം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, എനിക്ക് ജീരകം അത്ര ഇഷ്ടമില്ല. ഞാൻ എന്താ നേരെ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് എപ്പോഴും അരിയുമ്പോൾ കുഞ്ഞാക്കിയിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് എടുക്കുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. വിള്ളൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് വലിപ്പം കൂടി കഴിഞ്ഞാൽ. അപ്പം നന്നായി ചെറുതാക്കി നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് ടീസ്പൂണിൽ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കുടൂന് എരിവധികം പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ അതുമല്ല നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചക്കയിലും ഉരുളൻകിഴങ്ങിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അവസാനം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവ് എത്രയാണോ വേണ്ട, പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചേർത്തത് മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക ഒരുവിധം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത്, ഇത് വേവാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ടും ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില എപ്പോഴും അവസാനം ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മല്ലിയില ഒരുപാട് വാടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിയില അവസാനം ചേർത്ത് ആ ആവിയിലൊന്ന് കിടന്നൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ചൂട് ആറാൻ വേണ്ടി പരന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചൂടൊക്കെ ആറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മുക്കി പൊരിക്കേ വേണ്ടൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട്, ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും വേണം നമുക്ക്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാ കട്ട്ലേറ്റിൻ്റെയും നമുക്ക് അങ്ങനെ റെഡിയാക്കി വെക്കാം.
ഇനി വറുത്തെടുക്കാനായിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു 10 മിനിറ്റോളം ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് പൊട്ടിപ്പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഉള്ളിൽ വേവാനൊന്നുമില്ല. അപ്പോൾ തീ നല്ലപോലെ കൂട്ടിയിട്ടിട്ട് നമുക്ക് 2 സൈഡും മറച്ചിട്ട് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി കോരി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇടിയഞ്ചക്ക കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂട്ടോടു കൂടി നമ്മുടെ നല്ല കട്ടൻ ചായയും ഒരു കട്ട്ലേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തക്കുടൂന് കൊടുത്തു നോക്കി. അപ്പോൾ തക്കുടൂനും ഇഷ്ടമായിട്ടോ. അവൾ സോസിൽ മുക്കിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അവൾക്കും ഇഷ്ടമായി, അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്